ഈ 2 വർഷം കൂടെ ഇരുന്ന കോവിഡിൻ്റെ കാലമൊക്കെ അവിടെ തന്നെയാണ്, അച്ഛൻ്റെ കൂടെയാണ്. അച്ഛൻ ഞാനും മാത്രമേ വീട്ടിലുള്ളൂ, അച്ഛനെ നോക്കുന്ന ആൾക്കാർ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുമ്പോഴും അച്ഛൻ പറയുന്ന കാര്യമുണ്ട്, ഈ രാഷ്ട്രീയത്തിൽ എല്ലാം മാറി മറിയാൻ 2 ആഴ്ച മതി. ഇപ്പോൾ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു, അടുത്ത ഇലക്ഷൻ റിസൾട്ട് അതാവില്ല. കാരണം രാഷ്ട്രീയം അവസാന നിമിഷത്തിൽ ഒരു മാറി മറിയൊക്കെ 2-3 ആഴ്ച കൊണ്ട് തന്നെ എല്ലാം മാറി മറിയും. ഇന്ന് കാണുന്ന കാലാവസ്ഥയല്ല രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നതും വ്യത്യസ്തമായിരിക്കും എന്ന് പറയുമായിരുന്നു. പിന്നെ ഏതൊരു കാര്യത്തിലും ആകാംക്ഷപ്പെടേണ്ടതില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എന്ത് അപഖ്യാതി നമ്മളെപ്പറ്റി പറഞ്ഞാലും, എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും നമ്മുടെ മനസാക്ഷിക്കുള്ളിൽ നമ്മൾ ക്ലിയർ ആണെങ്കിൽ അതിന് വഴങ്ങേണ്ട കാര്യമില്ല. അപ്പം അച്ഛൻ പറയാം, എന്ത് വലിയ ബഹളം വന്നാലും അത് കെട്ടടങ്ങും. അതിനെ ഈ പറ്റുന്ന അബദ്ധം എന്താണെന്നറിയാം, നമുക്കൊരു പ്രശ്നം വന്നു, ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ നമ്മളെടുക്കുന്ന മണ്ടൻ ഐഡിയകളാണ് നമ്മളെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത്. ചുമ്മാ ഇരുന്നാൽ മതി, താനേ മുറിവ് ഉണങ്ങും. അതിനകത്ത് ആവശ്യമില്ലാത്ത മരുന്ന് വാരി തേച്ച് ആ മുറിവിനെ അങ്ങ് വഷളാക്കരുത് എന്ന് അച്ഛൻ പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എനിക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ആകാശം ഇടിഞ്ഞു വീഴുന്നു പറഞ്ഞാലും അച്ഛൻ അവിടെ ഇരിക്കും കേട്ടോ. വരട്ടെ, അപ്പുറത്ത് വരുമ്പോൾ മാറാമെന്ന് പറയും, തൊട്ടടുത്ത് വന്നിട്ട് മാറാമെന്ന് പറയും.